എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് ടീച്ചർ ആവാനാണോ താല്പര്യം, അതായത് അധ്യാപകരാവാനാണോ താല്പര്യം? അതിനായിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ പരീക്ഷകളാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് ഗവൺമെൻറ് സ്കൂളുകളിലും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ അധ്യാപകരായിട്ട് ജോലിക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത് എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലസ് ടുവിന് ശേഷം അധ്യാപകരാവാൻ സാധിക്കുക എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേരള പരീക്ഷാ ഭവനാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് കാറ്ററ്റ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് പരീക്ഷയുണ്ട്, നെറ്റ്, സെറ്റ് ഇതുപോലുള്ള പരീക്ഷകളുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷകൾ അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും TTC, DLED, അതുപോലെ തന്നെ BSc എഡ്, അതുപോലെ തന്നെ DLED, അതുപോലെ തന്നെ DED, അതുപോലെ BEd, MEd, അതുപോലെ തന്നെ ഇതുപോലുള്ള പേരുകൾ, അതായത് ഇതുപോലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് നേരിട്ട് അധ്യാപകരാവാൻ ആണ് താല്പര്യം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ DLED എന്ന് പറഞ്ഞുകൊണ്ടാണ് കോഴ്സ് ഉള്ളത്. അപ്പോൾ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് DLED കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപ് ഈ ഒരു DLEDൻ്റെ പേര് TTC എന്നായിരിക്കും. കാരണം മുൻപ് പല വിദ്യാർത്ഥികളും TTC എന്ന പേരിൽ ആ ഒരു ടീച്ചർ ട്രെയിനിങ് ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ മുമ്പ് TTC എന്നൊക്കെ പേരിലാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും നിലവിൽ ഇപ്പോൾ ആ ഒരു കോഴ്സ് അറിയപ്പെടുന്നത് DLED എന്ന പേരിലാണ്. അപ്പോൾ ഈ ഒരു DLED 2 വർഷ കോഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഈ ഒരു ടീച്ചർ ആവാനായിട്ട്, അതായത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ടാകും, അതായത് TTC അല്ലെങ്കിൽ DLED കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു കോഴ്സുകളിൽ ആ ഒരു സ്ഥാപനങ്ങൾ വഴി നിങ്ങൾക്ക് പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രവേശനത്തിനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ +2ൽ നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു DLED കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ അധ്യാപകരാകാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ആദ്യം തന്നെ +2വിന് ശേഷം നിങ്ങൾക്ക് DLED കോഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കോഴ്സിന് ശേഷം നിങ്ങൾ കാറ്ററ്റ് പരീക്ഷ എഴുതുന്നു. കാറ്ററ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ UP, അതായത് LP, UP, അതുപോലെ തന്നെ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിനായിട്ട് യോഗ്യത വേണമെങ്കിൽ കാറ്ററ്റ് പരീക്ഷ എഴുതണം. അതായത് നിങ്ങൾ +2വിന് ശേഷം നിങ്ങൾ DLED എഴുതിയ ശേഷം നിങ്ങൾക്ക് കാറ്ററ്റ് പരീക്ഷ എഴുതിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ അധ്യാപകരായിട്ട് ജോലിക്ക് കയറാം. അതുപോലെ തന്നെ DLED അല്ലാതെ തന്നെ നിങ്ങൾക്ക് BEd ഉണ്ടെങ്കിൽ അതായത് BEd കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിരുദ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് BA കോഴ്സുകൾ അല്ലെങ്കിൽ BCom കോഴ്സുകൾ അല്ലെങ്കിൽ BSc കോഴ്സുകൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകൾ ചെയ്തിട്ടുള്ള BA എന്ന് പറഞ്ഞാൽ തന്നെ BA ഇംഗ്ലീഷ് ഉണ്ട്, BA മലയാളമുണ്ട്, BA സോഷ്യൽ സയൻസ് ഉണ്ട്, ഇതുപോലെ നിരവധി BA കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു BA കൂടാതെ തന്നെ BCom ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു BSc കോഴ്സുകളുണ്ട്, അതുപോലുള്ള കുറേ കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബിരുദ കോഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു ബിരുദ കോഴ്സിൽ ഏകദേശം 55% മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു BEd കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ബാച്ചിലർ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു BEd ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് BEd പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബിരുദ പ്രോഗ്രാമിന് നിങ്ങൾക്ക് 55% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് BEd കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു BEd ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LP, UP, അതുപോലെ തന്നെ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് അധ്യാപകരാവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ BEdന് ശേഷം ആണ് MEd കോഴ്സ് ഉള്ളത്. അപ്പോൾ BEd കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് MEd ചെയ്യാം. അതിനുശേഷം PhD കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് MPhil കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാറ്ററ്റ് എന്ന് പറഞ്ഞാൽ കേരള എലിജിബിലിറ്റി ടെസ്റ്റാണ്. കേരളത്തിൽ നിങ്ങൾക്ക് ഈ ഒരു LP അധ്യാപകർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ DLED അല്ലെങ്കിൽ TTC പരീക്ഷ നിങ്ങൾ പാസ്സായിരിക്കണം. അപ്പോൾ ആ ഒരു പരീക്ഷ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു കേരളത്തിലെ LP ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അതായത് ലോവർ പ്രൈമറിയാണ് LP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് UP ക്ലാസ്സുകളിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു DLED അല്ലെങ്കിൽ TTC അല്ലെങ്കിൽ BEd കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ട്, അതായത് MED അല്ലെങ്കിൽ MSc എഡ്യൂക്കേഷനോ അങ്ങനെ വല്ല ഏതെങ്കിലും കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കേരളത്തിലെ UP ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് കേരളത്തിലെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BEd കോഴ്സോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള മറ്റെന്തെങ്കിലും എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കാറ്ററ്റ് പരീക്ഷയിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ടായിരിക്കണം. കാറ്ററ്റിൽ തന്നെ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, അതുപോലെ കാറ്റഗറി 4 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാറ്റഗറി തിരിച്ചിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ കാറ്റഗറി 1ൽ നിങ്ങൾക്ക് അതായത് LP, പിന്നീട് UP, ഈ ഒരു രീതിയിലൊക്കെയാണ് ആ ഒരു
ഇത് വരുന്നത്. അതുപോലെ തന്നെ ഹൈസ്കൂൾ എന്നിങ്ങനെയാണ് ഓരോ കാറ്റഗറിയിലും സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു +2 ശേഷം നിങ്ങൾ DLED കോഴ്സ്, അതായത് TTC എന്നാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത്, നിലവിലും TTC എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ പേര് DLED എന്നാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിലെ സ്കൂളുകളിൽ LP UP ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള എലിജിബിലിറ്റി കിട്ടും. അപ്പോൾ ആ ഒരു ഏത് എലിജിബിലിറ്റി നിങ്ങൾക്ക്, അതായത് കേരളത്തിലെ ഹൈസ്കൂൾ അതുപോലെ തന്നെ LP UP എന്നിവിടങ്ങളിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് DLED അല്ലെങ്കിൽ BEd അല്ലെങ്കിൽ MEd കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കാറ്ററ്റ് പരീക്ഷ നിങ്ങൾ എഴുതിയിട്ട് എലിജിബിൾ ആവേണ്ടതാണ്. അപ്പോൾ അവസാന വർഷം ഈ കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് DLED അല്ലെങ്കിൽ BEd അല്ലെങ്കിൽ MEd ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാറ്ററ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ കാറ്ററ്റ് പരീക്ഷയിൽ എലിജിബിൾ ആയ ശേഷം പിന്നീട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷമാണ് കാറ്ററ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നത്. നിലവിൽ കാറ്ററ്റിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ടീച്ചർ, അതായത് കേരളത്തിലെ LP UP സ്കൂളുകളിൽ നിങ്ങൾക്ക് ടീച്ചർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്ററ്റ് പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിലെ സ്കൂളുകളിൽ അധ്യാപകരാവാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഹൈസ്കൂളിലാണ് നിങ്ങൾക്ക് ഈ ഒരു അധ്യാപകർ ആവാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം BEd കോഴ്സെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ BEd അതുപോലെ തന്നെ MEd അല്ലെങ്കിൽ MPhil നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നെറ്റല്ല സെറ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് കേരളത്തിലെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അധ്യാപകരാവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BEd അല്ലെങ്കിൽ MEd അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു BEd നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡിഗ്രി പാസ്സായിട്ടുണ്ടായിരിക്കണം, അത് ബിരുദ കോഴ്സ് പാസ്സായിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു BEd പഠിക്കാൻ സാധിക്കുള്ളൂ. BEd ഉള്ളവർക്ക് മാത്രമാണ് MEd പഠിക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് പരീക്ഷ, അതായത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലെ ഹൈസ്കൂളുകളിൽ നിങ്ങൾക്ക് അധ്യാപകരായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് ശേഷമുള്ള പരീക്ഷയാണ് നെറ്റ് എന്ന് പറയുന്നത്. നെറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ ഇത് NTA ആണ് നടത്തുന്നത്, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ ഒരു നെറ്റ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ് പരീക്ഷ നാഷണൽ ഏജൻസി ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഏജൻസി തന്നെയായിരിക്കും നടത്തുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക്, അതായത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിന് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക്, അതായത് +2 ശേഷം, അതായത് നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ BA കോഴ്സ് നിങ്ങൾ പഠിച്ചു, അതിനുശേഷം MA കോഴ്സ് പഠിച്ചു. അപ്പോൾ MA കോഴ്സിൽ നിങ്ങൾക്കൊരു 50% മുകളിൽ മാർക്ക് ലഭിച്ചിട്ടുണ്ട്, അതായത് 55% മുകളിൽ മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നെറ്റ് പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിരുദമോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു MEd അല്ലെങ്കിൽ BEd ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നെറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുക. നെറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലെ വിവിധ കോളേജുകളിൽ പ്രൊഫസേഴ്സായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിച്ച കാര്യമാണ്, ഈ ഒരു പരീക്ഷകളൊക്കെ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ നിങ്ങൾക്ക് അധ്യാപകരായിട്ട് ജോലി ലഭിക്കാൻ എന്ത് നിങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതത് സ്റ്റേറ്റിൻ്റെ, അതായത് എക്സാമിനേഷൻ നടത്തുന്ന, അതായത് ഈ ഒരു എക്സാമിനേഷൻ അപ്പോൾ വിദ്യാർത്ഥികൾ കേരളത്തിലെ ഇപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ അതായത് ഗവൺമെൻറ് കോളേജുകളിൽ അധ്യാപകർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരള PSC നടത്തുന്ന പരീക്ഷ എഴുതണം. അങ്ങനെ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ അധ്യാപകരാവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ, അതായത് കേരള PSC നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് BEd അല്ലെങ്കിൽ MEd അതുപോലെ തന്നെ കാറ്ററ്റ് യോഗ്യത, ഇതുപോലുള്ള യോഗ്യതകളൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്, അതായത് ആ ഒരു ഒഴിവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ടീച്ചർ പോസ്റ്റിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എക്സാം ഉണ്ടാകും. അപ്പോൾ ആ ഒരു പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളുകളിൽ, അതായത് ഹൈസ്കൂളുകളിൽ അല്ലെങ്കിൽ LP UP സ്കൂളുകളിൽ അധ്യാപകരാവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോളേജുകളിലും അധ്യാപകരാവാൻ സാധിക്കുന്നതാണ്. അതായത് പ്രൊഫസേഴ്സിനായിട്ടുള്ള എക്സാമിനേഷനും കേരള PSC നടത്തുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആ ഒരു പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അതായത് ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ, അതായത് അഡ്മിഷനല്ല, നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആവാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കേരള PSC വഴിയാണ് ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത് ആ ഒരു സ്കൂളുകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിശ്ചിത പൈസ അടച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ, അതായത് ഈ ഒരു ടീച്ചർ പോസ്റ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ക്ലാസ്സൊക്കെ എടുക്കാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിയമനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ നിശ്ചിത പൈസ നൽകിയിട്ട് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഗവൺമെൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് കേരള PSC നടത്തുന്ന പരീക്ഷകളുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾ നിശ്ചിതമായിട്ടുള്ള യോഗ്യത, അതായത് കാറ്ററ്റ് അതുപോലെ തന്നെ നെറ്റ് സെറ്റ് അതുപോലെ തന്നെ BEd MEd അല്ലെങ്കിൽ DLED ഇതിൽ നിങ്ങൾക്ക് ഏത് യോഗ്യതയുള്ളത് ആ ഒരു യോഗ്യതക്കനുസരിച്ചിട്ടുള്ള ടീച്ചർ പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അല്ലെങ്കിൽ ഹൈസ്കൂളുകളിൽ അധ്യാപകരാവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് അധ്യാപകർ ആവാൻ ആണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് TTC അല്ലെങ്കിൽ DLED കോഴ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു കോഴ്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ കേട്ടറ്റ് പരീക്ഷ എലിജിബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള PSC നടത്തുന്ന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകി നിങ്ങൾക്ക് അത് വഴി നിങ്ങൾക്ക് കേരളത്തിലെ LP UP ഹൈസ്കൂളുകളിൽ നിങ്ങൾക്ക് അധ്യാപകരാവാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹൈസ്കൂളുകളിൽ അധ്യാപകരാവണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BEd കോഴ്സ് നിങ്ങൾ പാസ്സാവണം, അല്ലെങ്കിൽ നിങ്ങൾ PG എങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിലവിൽ കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷാ ഭവനാണ് ഈ ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.